പിന്നെ ഏത് തരം സമ്പ്രദായത്തിൽ നിന്ന് വിദ്യ മേടിച്ചിട്ടും അത് വിധി അനുസരിച്ച് ഉപേക്ഷിക്കാതെ പോയി വേറൊരു സമ്പ്രദായത്തിന് ദീക്ഷ എടുക്കുമ്പോൾ പ്രശ്നം വരുമെന്നാണ്. അവിടെ ഒരു ചോദ്യം ഇതിന്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു വിദ്യ പഠിച്ച ആൾക്ക് വേറെ ഗുരുക്കന്മാര് പാടില്ലേ എന്നൊരു ചോദ്യം. ഒന്നിലധികം ഗുരുക്കന്മാര് ഉള്ളവര് ഉണ്ട്. ചട്ടമ്പിസ്വാമിക്കൊക്കെ ജ്ഞാന വഴിയില് സമ്പ്രദായ ഗുരുക്കന്മാരാണ് ഉള്ളത്. ജ്ഞാന വൈരുദ്ധ്യമുള്ള ഗുരുക്കന്മാരിൽ നിന്ന് വിദ്യ പഠിക്കാൻ പാടില്ല. ഇപ്പൊ ഞാനിപ്പോ ഒരു വിദ്യ പഠിച്ചു, കൃഷ്ണാനന്ദ തീർത്ഥവാരൻ, പിന്നെ ചട്ടമ്പിസ്വാമി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു, പിന്നെ സുബ്രഹ്മണ്യ സ്വാമി ഇപ്പൊ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. അവരൊരു പരമ്പരയാണ്. പിന്നെ ഈ സിദ്ധ ജ്ഞാന ഗുരുക്കന്മാര്, സപ്തർഷികള് അങ്ങനെയുള്ളവർ തന്നെ വന്നിരുന്നു പറഞ്ഞിരുന്നു. അപ്പൊ അതെല്ലാം ആ ജ്ഞാന ഗുരു മണ്ഡലാണ്. അവർക്ക് പറഞ്ഞുതരാം. അവരെ ഗുരു വന്ന് പറഞ്ഞു തരുന്ന നമുക്ക് സ്വീകരിക്കാം. അപ്പോഴും നമ്മുടെ ഗുരുവിനോടോ ഒരു അനുമതി മേടിച്ചിരിക്കണം. അവരെ പഠിപ്പിക്കുമ്പോൾ ആ വിദ്യാർത്ഥികൾ ചോദിക്കണം. ശരീര ഗുരുക്കന്മാര് നിങ്ങൾ സമ്പ്രദായം മാറി ദീക്ഷ എടുത്താൽ ആ ദീക്ഷ എടുക്കുമ്പോ നമ്മുടെ പൂർവ്വ ദീക്ഷ ദേവത വൈദ്യവും. അതാണ് ശരീര ഗുരുക്കന്മാരുടെ ഇടയിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ. ഇപ്പൊ നിങ്ങളിപ്പോ ജ്ഞാന വഴിയിൽ പോകുന്ന ഒരാളെ എന്റെ അടുത്തുനിന്ന് ഒരു ദീക്ഷ പഠിച്ചു വിചാരിക്കുക. നിങ്ങൾ പോയി നാളെ ഒരു ഡാൻസ് പഠിക്കണമെന്നായിരുന്നു വേറൊരു ഡാൻസ് പഠിക്കണം രീതിയിൽ ഡാൻസ് പഠിക്കാം. അതുപോലെ വേറെ ഒരു ക്രിക്കറ്റ് പഠിക്കണം എന്ന് വിചാരിച്ചാൽ വേറൊരു ഗുരുവിന്റെ അടുത്ത് പോയി പഠിക്കാം. അങ്ങനെ പഠിക്കാം. പക്ഷെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ വേറെ സ്ഥലത്തുനിന്നും പഠിക്കുമ്പോൾ പ്രശ്നങ്ങൾ വരാം. അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയണില്ല എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യം വരും. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കൊരു നല്ല കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഈ ദീക്ഷ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ സ്വീകരിക്കുന്ന ഗുരു അതിനും പ്രാപ്തനായിരിക്കണം. ഗുരു ഒരു ശിഷ്യന് ദീക്ഷ കൊടുത്തു, ആ ശിഷ്യൻ നാളെ വന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്ക് ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു, ഞങ്ങളുടെ ഗുരുകുലത്തിൽ നിന്ന് വന്ന് മന്ത്രം മേടിച്ചിട്ട് പോയിട്ട് മന്ത്രം ഉപേക്ഷിച്ചവൻ ആ ദേവതവന് ബാധയാവും, ഇങ്ങോട്ട് വരേണ്ട ഒരുത്തനും വേറെ എവിടെയെങ്കിലും പോയി മാറ്റിക്കോ എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. എനിക്കതൊന്നും അറിയില്ല കേട്ടോ. ഫേസ്ബുക്കിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഞെട്ടിപ്പോവാണ്. അപ്പൊ മന്ത്രം മേടിച്ച ആള് എന്റെ ഗുരുകുലത്തിലേക്ക് വന്ന് എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, എനിക്ക് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ തീർത്ത് കളയുന്ന രീതിയിലാണ്. അപ്പൊ അവർക്ക് ആ ഗുരു ജ്ഞാനപഥത്തിലല്ല. അപ്പൊ ഗുരുക്കന്മാരെ എപ്പോഴും ഈ സമമായിട്ടിരിക്കുന്ന ഒരു ബുദ്ധി ഉണ്ടാവുന്നത്. അപ്പൊ ദീക്ഷ കൊടുക്കുമ്പോൾ ഒരു ശിഷ്യനെ അനുഗ്രഹിച്ചു കൊടുത്തു. അയാൾ നാളെ വന്നാൽ അയാളൊരു സത്യം പറഞ്ഞാൽ എനിക്കിത് പറ്റുന്നില്ല, എനിക്കിത് കൊണ്ടുനടക്കാൻ പറ്റില്ല, അപ്പൊ ഇത് എന്നെ ചെയ്യണ്ടേ, എനിക്കിത് ഉപേക്ഷിക്കണം എന്നുണ്ട്, എനിക്ക് അങ്ങയുടെ സമ്പ്രദായം പറ്റുന്നില്ല, എന്തോ എനിക്കങ്ങനെ ഒരു കാര്യം നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് ആലോചിച്ച് അങ്ങ് അനുഗ്രഹിച്ച് തന്നാണ്. എനിക്ക് അങ്ങയോട് ബഹുമാനം. അപ്പൊ എനിക്ക്